ഇത് ജപ്പാൻകാരനായ സുത്തോമു യമഗുച്ചി. ഈ മനുഷ്യൻ ഒരു ഒന്നൊന്നര മുതലാണ് കേട്ടോ. കാരണം അത് വേറൊന്നുമല്ല, 80 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1945 ഓഗസ്റ്റ് 6 ഈ പുള്ളി ഹിരോഷിമയിലുണ്ടായിരുന്നു. ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുകയായിരുന്നു ഇയാൾ. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. എനോലഗെ എന്ന വിമാനത്തിൽ ലോകത്തെ ആദ്യത്തെ ആറ്റം ബോംബ് അവിടെ ഹിരോഷിമ എന്ന നഗരത്തെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് നിമിഷ നേരം കൊണ്ട് 1.5 ലക്ഷത്തോളം ആൾക്കാരാണ് ആ അണുബോംബിൽ അന്ന് മരണപ്പെടുന്നത്. പക്ഷെ ഈ പുള്ളി എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ രക്ഷപ്പെട്ട ഉടനെ തന്നെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ ഭാര്യയും മക്കളും ഒക്കെയുള്ള സ്വന്തം നാട്ടിലേക്ക് പോയി. അതോ അങ്ങ് നാഗസാക്കിയില്. കൃത്യം 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 അവിടെയും വന്നു ബോസ്കാർ വിമാനത്തിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബ്. ഇതുപോലെ തന്നെ 80,000-ലേറെ ആളുകൾ അവിടെയും മരണപ്പെട്ടു. അവിടെ മരണപ്പെട്ടെന്ന് മാത്രമല്ല, ഇതിന്റെ ഈ അണുബാധയേറ്റ് നരകിച്ച് ദുരന്തം അനുഭവിച്ച് ജീവിക്കുന്ന ഹിബാകുശകളും. എന്നിട്ടും ഈ പുള്ളി അവിടെയും ഒരു പോറൽ പോലും സംഭവിക്കാതെ രക്ഷപ്പെട്ടു വന്നേക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ 93-ാമത്തെ വയസ്സ് വരെ ആരോഗ്യപരമായി തന്നെ ജീവിച്ച് 93-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, സത്യം പറഞ്ഞ ഈ പുള്ളി നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ? അതിജീവനത്തിന്റെ അത്ഭുതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ഉദാഹരണമല്ലേ ഈ സുത്തോമു യമഗുച്ചി. ഈ അതിജീവനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അതൊരു പുതുമയല്ല. മഹാപ്രളയവും നിപ്പയും കൊറോണയും ഒക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിജീവിച്ചതല്ലേ നമ്മൾ മലയാളികൾ.